വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡെലിവറി വ്ളോഗാണ്. ഇന്ന് ചിലപ്പോൾ 2 ഡെലിവറി കാണും. ഒന്ന് പത്തനംതിട്ട കോന്നിയിലും മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ അടൂര് പഴകുളത്തും. അപ്പം ഒരു വണ്ടി ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ശ്രീധന്യയിൽ ബോഡി അടിച്ചെടുക്കുക, പത്തനംതിട്ട കോന്നി കൊടുക്കാനുള്ള വണ്ടി. അപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ശ്രീധന്യയിലോട്ട് നമ്മുടെ സ്കൂട്ടറിലാണ് പോകുന്നത്. കൂടെ നമ്മുടെ അച്ചുവും കാണും. കാരണം ബസ്സിൽ ചെന്ന സമയത്തിന് എത്താൻ പറ്റത്തില്ല. അവിടെ ചെന്ന് വണ്ടി എടുത്തിട്ട് പത്തനംതിട്ട കോന്നി കൊണ്ടുപോയി വണ്ടി കൊടുക്കണം. അതിനുശേഷം തിരിച്ചു വരും. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് സുബിൻ കൊല്ലത്ത് ഷോറൂമിൽ ഒരു വണ്ടി എടുക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്കപ്പായിട്ടായിരിക്കും കൊല്ലത്തോട്ട് വരുന്നത്. അപ്പോൾ അവനെ വഴിയിലെങ്ങണം വെച്ച് ആ പിക്കപ്പ് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് പിന്നീട് ആ ഒരു വണ്ടി അടൂര് പഴകുളത്ത് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ 2 ഡെലിവറിയാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വണ്ടി എടുക്കാൻ ശ്രീധന്യയിലോട്ട് പോകാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുന്ന ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. അതുപോലെ വാഹനം വാങ്ങിക്കാൻ നിൽക്കുന്നത് നമ്മുടെ നമ്പർ കൊടുത്തിരിക്കാം. ആ നമ്പറിൽ കൊണ്ടുപോയി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭരണിക്കാവിൽ നിന്ന് ശ്രീധന്യയിലോട്ടാണ് പോകുന്നത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനകത്താണ്. അപ്പം ഇവിടുന്ന് നമ്മൾ ആദ്യം പോകുന്നത് കുണ്ടറ നമ്മൾ പോകുന്നത് കരിപ്ര വഴി കയറി അങ്ങ് നെടുമങ്കാവ് വഴിയാന്ന് തോന്നുന്നു കയറി നമ്മൾ അസീസിയ മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ അടുത്തൂടെയാണ് ശ്രീധന്യ പോകുന്നത്. ചാത്തന്നൂർ ജംഗ്ഷൻ ടച്ച് ചെയ്യത്തില്ല, അകത്തൂടുള്ള വഴികളിലൂടെയൊക്കെയാണ് കയറി അവിടെ എത്തുന്നത്. അവിടെ ചെന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ പത്തനംതിട്ട കോന്നിക്ക് പോകും. അച്ചു തിരിച്ച് സ്കൂട്ടറുമായിട്ട് വീട്ടിലോട്ട് വരും. ഞാൻ കോന്നിയിൽ നിന്ന് വണ്ടി ഡെലിവറി കൊടുത്തിട്ട് ബസ്സിലായിരിക്കും തിരിച്ച് വരുന്നത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഈ മറ്റേ വണ്ടി ഉണ്ടല്ലോ, അത് 1.3 VXI AC ആണ് ട്രിവാൻഡ്രത്ത് നിന്ന് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എടുക്കാൻ വന്ന വീറോ V4 CBCക്കകത്ത് കവറിംഗ് ബോഡി ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ആ മറ്റേ വണ്ടി എടുക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ കൊട്ടാരക്കരയോ എവിടെയെങ്കിലും പോയി നിന്ന് കളക്ട് ചെയ്യും. പക്ഷേ മറ്റേ നമ്മുടെ സുബിനെ കൊല്ലത്തെ ഷോറൂമിലോട്ട് പോകാൻ എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ച് കൊടുക്കും. ഒന്നീ കൊല്ലത്ത് പോയിട്ടായിരിക്കും വണ്ടി എടുക്കില്ല, കൊട്ടാരക്കര വല്ല വന്ന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് ബസ് കയറ്റി വിടും. അപ്പോൾ നമുക്ക് നേരെ ശ്രീധന്യയിലോട്ട് പോവാം. ശ്രീധന്യ പോയിട്ട് അവിടുന്ന് ആ വണ്ടി എടുക്കുന്ന കണ്ടിട്ട് നമുക്ക് ആ വണ്ടിയും കൊണ്ട് നേരെ പത്തനംതിട്ട കോന്നിയിലോട്ട് പോവാം. നമ്മളിപ്പോൾ കൊട്ടാരക്കര റൂട്ടിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീധന്യയിൽ നിന്ന് വണ്ടിയെല്ലാം എടുത്ത് ഡെലിവറി എല്ലാം എടുത്ത് ഓടി നമ്മൾ ഓയൂര് കൊട്ടാരക്കര, അതായത് നമ്മുടെ പൂയപ്പള്ളി ഒക്കെ വരുന്ന ഓടനാവട്ടമൊക്കെ വരുന്ന റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇവിടെ നടത്ത പൂയപ്പള്ളി, അത് കഴിഞ്ഞിട്ട് ഓടനാവട്ടമാണെന്ന് തോന്നാം. ഓടനാവട്ടമൊക്കെ കയറി വേണം കൊട്ടാരക്കരയിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അവിടുന്ന് കുന്നിക്കോട് കയറിയിട്ട് വേണം കസ്റ്റമറുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞ്, കൊട്ടാരക്കരയിലെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. കൊട്ടാരക്കര കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ പുനലൂർ റൂട്ടിലാണ് വന്നത്. അതിനുശേഷം കുന്നിക്കോടൊക്കെ എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു ലെഫ്റ്റ് ഉണ്ട്, അതുവഴി ലെഫ്റ്റ് കയറിയാവും. നമ്മൾ കുന്നിക്കോടൊന്നും പോയൊന്നും ഇല്ല കേട്ടോ, അതിന് വേറൊരു ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് വഴി കയറിയാണ് നമ്മളിപ്പം പോകുന്നത്. ഇതുവഴി നമുക്ക് നമ്മുടെ പത്തനാപുരത്ത് പോകാൻ പറ്റും. അപ്പം കുന്നിക്കോട് പോകാതെ പത്തനാപുരം പോകുന്ന റോഡ് ഇത്, അതായത് തൊട്ട് ഇപ്പുറത്തെ വഴി കൂടെ പോകും. 2 വഴി ഉണ്ടല്ലോ, നമ്മൾ കയറി ചെല്ലുന്നതിന് ഇപ്പുറത്തോട്ട് ഒരു വഴിയുണ്ട്. അങ്ങനെ നമ്മൾ പത്തനാപുരത്തോട്ട് ചെല്ലും. എന്നാലും പോവാം. ഇതുവഴി നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമായിട്ടെന്നല്ല, നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഇതേകൂടെ തന്നെ വീറോ V4 CBCക്കകത്ത് നമ്മൾ കവറിംഗ് കൂടി അടിച്ച വണ്ടി കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ കോന്നിയിൽ ഡെലിവറി എടുക്കുക രാത്രിയിൽ. അന്ന് നമ്മുടെ പഴയ മന്ത്രി ഗണേഷ് കുമാർ സാറിന്റെ ഒരു റാലി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കുന്നിക്കോട് കയറിയ വഴിയിൽ നിന്ന് കട്ട് ചെയ്ത് ഇപ്പുറത്ത് ഈ വഴി കയറിയായിരുന്നു അന്ന് പോയത്. അപ്പൊ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ വഴിയിൽ എത്തിയിട്ടില്ല, ആ വഴിയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളു. അപ്പൊ നമ്മൾ അതുവഴിയാണ് ഇന്ന് പോകുന്നത്. ഇപ്പൊ നമ്മള് പത്തനാപുരം ചെല്ലുന്നു, പിന്നെ അവിടുന്ന് വകയാറാന്ന് തോന്നുന്നു, കൊല്ലംപടിയാ കറക്റ്റ് സ്ഥലം. കസ്റ്റമറിന്റെ ലൊക്കേഷൻ വരെ കൊല്ലംപടിയിലോട്ട് പോകുന്നു. പത്തനാപുരത്ത് എത്തിയപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്കുമാണ്. ആ ജംഗ്ഷനിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ല, ബസ് സ്റ്റാൻഡിന്റെ ഇപ്പുറത്തായിട്ടേ നമ്മള് പൂനല്ലൂരിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്കുള്ള മലയോര ഹൈവേയിലോട്ട് കയറുന്നിടത്ത് ചെറിയൊരു ബ്ലോക്ക് ഫീൽ ചെയ്തായിരുന്നു. വണ്ടികളിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. മഴയുണ്ട് കേട്ടോ, മഴ ഇറങ്ങുന്നുണ്ട്. അതുപോലെ നല്ല മഴക്കോള് മുകളിൽ കാണുന്നുണ്ട്. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഇപ്പോൾ ഓട്ടോ ഒക്കെ എടുക്കുന്നതിനൊക്കെ തിരക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ചെറിയ തിരക്ക്, ചെറുതായിട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നു. വലിയ തിരക്കൊന്നും ഇല്ല. അവരിലോട്ട് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്, അറിയാമല്ലോ. ഇവിടുന്ന് ഇനി നമുക്ക് വകയാറാണ് എത്തേണ്ടത്. കുറച്ച് ദൂരങ്ങളേ ഉള്ളു. കലഞ്ഞൂരും ഒക്കെ ഒന്ന് കയറി പെട്ടെന്ന് അങ്ങ് എത്താം. വലിയ ദൂരമൊന്നുമില്ല, കൂടിപ്പോയൊരു 15 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളു. നമ്മൾ കലഞ്ഞൂര് കഴിഞ്ഞു. ഇപ്പം കൂടലുണ്ട് ഇനി അടുത്തൊരു മെയിൻ സ്ഥലം. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കൊല്ലംപടി എന്നിട്ട് റൈറ്റ് ആണെന്ന് തോന്നുന്നു. ലൊക്കേഷൻ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത്. റോഡിലൊന്നും വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ഫ്രണ്ടിലൊക്കെ ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നല്ല സ്പീഡിൽ തന്നെ പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല പോകുന്നതിനകത്തെ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് വലിയ ദൂരവും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 15 കിലോമീറ്റർ അകത്തേ ഉള്ളു. നമുക്ക് എത്രയും പെട്ടെന്ന് കസ്റ്റമർ എടുത്ത് എത്താം. ഇങ്ങോട്ട് മഴയില്ല. ഇടയ്ക്ക് പുത്തൂരല്ല,
പത്തനാപുരമൊക്കെ ആയപ്പോഴത്തേക്കും മഴ ഉണ്ടായിരുന്നു, മഴച്ചാറ്റിലുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ മഴയില്ല. അതെന്തായാലും നന്നായി. ഡെലിവറി കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്താൽ പെട്ട്, ഇവിടെ മഴ പെയ്യുന്നതിന് മുമ്പ് ചെന്ന് ഡെലിവറി ഒക്കെ കൊടുത്തിട്ട് അടുത്ത ബസ് പിടിച്ചിട്ട് വീട്ടിലെത്താൻ നോക്കട്ടെ കേട്ടോ. നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഡെലിവറി ലൊക്കേഷൻ അടുക്കും തോറും മഴ അങ്ങ് കനക്കുക. നമ്മളെന്ത് ചെയ്യാനാ? എന്തായാലും അങ്ങോട്ട് പോവാം. മഴ തോന്നിട്ട് ഡെലിവറി കൊടുക്കുക. ഇനി അതേ നടക്കും. ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററോ എങ്ങാണ്ടേ ഉള്ളു. അടുത്തായിരുന്നു, പക്ഷെ എന്തോ ചെയ്യാനാ, മഴയായി. മഴ നമുക്ക് പണി തന്നു. കുഴപ്പമില്ല, മഴയാണെങ്കിൽ നമ്മളതൊക്കെ തരണം ചെയ്തല്ലേ പറ്റൂ. മഴ തോന്നിട്ട് ഡെലിവറി കൊടുക്കും, ഇല്ലെങ്കിൽ കുട പിടിച്ചിട്ട് ഡെലിവറി കൊടുക്കും, പോരെ? എന്തായാലും നമുക്ക് ഇനി കസ്റ്റമറിന്റെ ആ ഒരു ഡെലിവറി ലൊക്കേഷനിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നല്ല മഴയുണ്ട് കേട്ടോ. നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. നല്ല മഴയാണ്, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് എന്തോ ചെയ്യാനാ? നമുക്ക് പോയല്ലേ പറ്റൂ. ഡെലിവറി കൊടുക്കാം. ഒന്നെങ്കിൽ മഴ തോന്നിട്ട് ഡെലിവറി കൊടുക്കാം, അതേ നടക്കും. ഇല്ലെങ്കിൽ കുട പിടിച്ച് ഡെലിവറി കൊടുക്കാം. അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാനാ? നല്ല മഴയുണ്ട് കേട്ടോ. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, 3-4 കിലോമീറ്റർ ഉള്ള കസ്റ്റമറുടെ വീട്ടിലോട്ടെ അവർ തന്നാക്കിയത് ലൊക്കേഷനിലോട്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളവിടെ ചെല്ലുമ്പോൾ നല്ല മഴയായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ അടുക്കാറായിട്ടുണ്ട്. അപ്പൊ നല്ല മഴ പെയ്യുന്നു. നമുക്ക് പണി തന്നു, പ്രകൃതി നമുക്ക് പണി തന്നു. കാരണം നമ്മുടെ ഡെലിവറി കുളവാക്കണമെന്ന് വിചാരിച്ച് മഴ പെയ്യുന്നു. പക്ഷെ വേറെ ഉണ്ട്, മഴ നല്ലതിനാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും മഴ പെയ്യട്ടെ, നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം. ഒന്നും പറയണ്ട, അതുവഴി കയറാൻ കുറച്ച് കഷ്ടപ്പെട്ട്. ഇത്ര കവറിംഗ് ബോഡി വണ്ടി ആയതുകൊണ്ടേ നമുക്കൊരു ടെൻഷനാണ്. ഡെലിവറി വണ്ടിയല്ലേ. ഈ മഞ്ഞ പെയിന്റ് അടിച്ച വീട് ഫ്രണ്ടിൽ കാണുന്നത്, അതാണ് കസ്റ്റമറിന്റെ വീട്. അങ്ങോട്ടാണ് ചെല്ലുന്നത്. ഡെലിവറി ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഇപ്പൊ കോന്നിലോട്ട് തന്നെ ബസ് കയറാൻ വേണ്ടി ആക്കാൻ പോവാണ്. അപ്പം സാറ് ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്, സാറിനൊരു സുഹൃത്തും ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ എന്നെ കോന്നി ബസ് സ്റ്റാൻഡിലോട്ട് ആക്കാൻ പോവാ. സാർ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട്? വണ്ടി കംഫർട്ടാണ്, ഇഷ്ടപ്പെട്ടു. ഓടിച്ചൊന്ന് സെറ്റ് ആവണം. അപ്പൊ എന്തായാലും ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ റിവ്യൂ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്. പക്ഷെ നിങ്ങൾ 1-2 കാര്യങ്ങൾ ആലോചിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നാൽ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.